സാജിദ്, ഇന്നലെ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദുരൂഹതയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിലെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. അതായത് ഈ ഒരു വോട്ട് ചോരി അല്ലെങ്കിൽ ഇങ്ങനെ ദുരൂഹമായ ആളുകൾ അല്ലെങ്കിൽ അജ്ഞാതരായ ആളുകൾ അവർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ സ്ഥിരമായി ഈ ലിസ്റ്റിലുള്ള ആളുകൾ തന്നെയാണ്. അതായത് സ്ഥിരമായ ഒരു വോട്ട് ചോരി നടന്നു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ജിൽസി, അമൃത, തീർച്ചയായും ഇവർ എന്നും അജ്ഞാതരല്ല എന്നുള്ളതാണ് നമ്മൾ ഈ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് ഒരു വർഷം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇതിൽ പലരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ നിലവിൽ ഈ SIR നിന്ന് ഈ ആളുകൾ അൺട്രേസബിൾ എന്ന് പറഞ്ഞാണ് പുറത്താക്കപ്പെട്ടത്. അതായത് BLOമാർക്ക് ഇവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കണ്ടെത്താൻ കഴിയാത്തത് സ്വാഭാവികമായും ഇവിടെ താമസിക്കാത്ത ആളുകളായതുകൊണ്ടും അവരുടെ ബന്ധുക്കളോ അയൽവാസികളോ ഇല്ലാത്തത് കൊണ്ടും ആണ് ഇവരെ കണ്ടെത്താൻ കഴിയാത്തത്. പക്ഷേ ഇത്തരം ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ വന്ന് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില ബൂത്തുകളുടെ മാത്രം ആണ് പരിശോധിച്ചത്. ഈ വോട്ടർ പട്ടികയിൽ നമുക്കറിയാം, ഈ വോട്ടർ പട്ടിക എടുത്തു വെച്ചാണ് ഓരോ പാർട്ടിയുടെയും ഏജന്റുമാർ ബൂത്തിലിരുന്ന് അത് ടിക്ക് ചെയ്യുക. ഇത് വെച്ചാണ് നമ്മൾ പരിശോധിച്ചത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ മൂത്താന്തറ, വടക്കുംതറ, ശ്രീരാമപാളയം തുടങ്ങിയ BJPക്കും RSSനും ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഈ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനും പോളിംഗ് ശതമാനം കുറവാണ്. എന്നിട്ട് കൂടി നിരവധി ആളുകൾ, ഈ അജ്ഞാതരായ ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ SIRനെ വേണ്ടി വലിയ തോതിൽ മുറവിളക്ക് കൂട്ടിയ BJPക്ക് തന്നെ അവരുടെ ഈ വ്യാജമായി ചേർത്ത വോട്ടുകൾ വെട്ടിമാറ്റേണ്ട അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. അത് BJP ഇത്തരം അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യാജമായി വോട്ടുകൾ ചേർക്കുന്നു, അത് പോൾ ചെയ്യിപ്പിക്കുന്നു എന്ന ഒരു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്, അതായത് ഷാഫി പറമ്പിൽ MLA എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA രാജിവെച്ച പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ ദിവസം നടന്ന, അതായത് ഡിസംബർ 11 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന സംഘ് പരിവാറിന്റെ വോട്ട് കൊള്ളക്കാർ പാലക്കാട്ടെ മൂത്താന്തരയിലും വടക്കാന്തരയിലും അതുപോലെ ശ്രീരാമപാളയത്തിലും ഒക്കെ വോട്ട് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അവസാനിച്ച SIRന്റെ നടപടി പ്രക്രിയ, ഈ വോട്ടർമാരുടെ അടക്കം ഓരോ ബൂത്തുകളും നിങ്ങളൊന്ന് ആലോചിക്കണം. മൂത്താന്തരയിലും വടക്കാന്തരയിലും ശ്രീരാമപാളയത്തും പാലക്കാട് നഗരസഭയിലും പാലക്കാട് നിയോജക മണ്ഡലത്തിലും BJPക്കും RSSന്റെയും ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ബൂത്തുകള്, ആ ബൂത്തുകളിൽ ഒക്കെ SIRന്റെ ഭാഗമാക്കി നടത്തിയിരിക്കുന്ന ഈ പ്രക്രിയ, ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തത്, ആ എന്യൂമറേഷൻ ഫോമിൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിൽ വോട്ടറുടെ ഫോട്ടോയും എപിക് നമ്പറും പ്രിന്റ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളാണ് വിതരണം ചെയ്തത്. ആ എന്യൂമറേഷൻ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ ആളുകളില്ല പാലക്കാട്ട്. എന്ന് പറഞ്ഞാൽ ഈ ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിലും ശരി, BJP നേരിട്ടത് കള്ളവോട്ടിലൂടെയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം തെളിവുകൾ നിരത്തി എറിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖത്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വോട്ട് ചോരി എവിടെ? ബീഹാറിലും ഹരിയാനയിലും നമ്മൾ കണ്ട വോട്ട് ചോരി, മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ട വോട്ട് ചോരി, കർണാടകയിൽ നമ്മൾ കണ്ട വോട്ട് ചോരി, അങ്ങനെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ട വോട്ട് ചോരി ഇങ്ങ് പാലക്കാട്ടും നടത്തിയിരിക്കുന്നു. പാലക്കാട് മാത്രമല്ല, ഇത്തരത്തിലൊരു അന്വേഷണം തൃശ്ശൂരിൽ നടത്തിയാൽ, ഇത്തരത്തിലൊരു അന്വേഷണം തിരുവനന്തപുരത്ത് നടത്തിയാൽ, BJP വിജയിച്ചു കയറിയ ഇടങ്ങളിൽ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ എല്ലാം പച്ചവെള്ളം പോലെ തെളിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തമായ ഇടപെടലുകൾ ഒന്നുകൊണ്ട് മാത്രമാണ്. രാഹുല് ഈ SIRന് പുറകെ നടന്നു. രാഹുലിന് വ്യക്തമായ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പോലും മുന്നിൽ നിന്ന് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വരെ രാഹുൽ ഉണ്ടായിരുന്നു പാലക്കാട്. അപ്പൊ രാഹുൽ നടത്തിയ ചില അന്വേഷണങ്ങൾ,
BLOമാരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, BLOമാർ നൽകിയ ചില വിവരങ്ങൾ, ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖത്തേക്ക് രാഹുൽ ഈ തെളിവുകളൊക്കെ വലിച്ചെറിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ പാലക്കാട്ടെ ഈ പറയുന്ന, ഞാൻ ചില ബൂത്തുകളുടെ നാമം മാത്രമാണ് പറയുന്നത്, ഓക്കെ, എന്ന് കരുതിയിട്ട് അവിടെ മാത്രമേ ഉള്ളൂ എന്നല്ല. BJP ശക്തി കേന്ദ്രങ്ങൾ എന്ന് നമ്മൾ വിശ്വസിച്ച എല്ലായിടങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. വടക്കാന്തരയിലും മൂക്കാന്തരയിലും ശ്രീരാമപാളയത്തും അങ്ങനെ തുടങ്ങി BJP വിജയിച്ച് കയറിയ വാർഡുകളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് ഡിസംബർ 11 പോളിംഗ് നടന്ന ഓരോ ബൂത്തുകളിലും അവിടെയുള്ള ടോട്ടൽ ബൂത്ത് വോട്ടർമാരെന്ന് പറയുന്നത് 600-700 വോട്ടർമാരാണ്. ആ 600-700 വോട്ടർമാരിൽ 50%-ലേറെ, 65%-ഓളം, 50-നും 65%-നും ഇടയിലുള്ള വോട്ടർമാർ അജ്ഞാതരാണ്, കണ്ടെത്താൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഡിസംബർ 11 വോട്ട് ചെയ്ത ആളുകൾക്ക് പക്ഷേ എന്യൂമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്താ കാര്യം? അങ്ങനത്തെ ആളുകൾ പാലക്കാടില്ല. പക്ഷേ ഇവർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഷാഫി പറമ്പിൽ രാജിവെച്ച പാലക്കാട് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, രാഹുൽ മാങ്കൂട്ടം 18,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിന് വിജയിച്ച് കയറിയ തെരഞ്ഞെടുപ്പ്, അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്തിയ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ. ആ കൃഷ്ണകുമാർ എങ്ങനെ 2ാം സ്ഥാനത്ത് എത്തി എന്ന് മാത്രമല്ല, എങ്ങനെ ഈ 2 കഴിഞ്ഞ ടേമുകളിലായിട്ട് പാലക്കാട് നഗരസഭ CPM അല്ല RSS സംഘപരിവാർ ഭരിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുകയാണ് ഈ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണവും അതിന്റെ തിരിച്ചുവാങ്ങൽ പ്രക്രിയകളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ബൂത്തുകൾ, ആ ബൂത്തുകളിൽ നിന്ന് SIRന്റെ ഫോം, എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ ആളുകളില്ലാഞ്ഞിട്ട്, അതിൽ വന്നിരിക്കുന്ന എന്യൂമറേഷൻ ഫോമുകളിലെ ആളുകളെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തില് പുറത്താക്കപ്പെട്ടിരിക്കുന്നത് 50 മുതൽ 65% വരെ ആളുകളാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ 50 മുതൽ 65% വരെ ആളുകൾ BJP വിജയിച്ച് കയറിയ ഓരോ വാർഡുകളിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോൾ എന്താണ് അതിന്റെ അവസ്ഥ? അതിന്റെ അവസ്ഥ ഈ പറയുന്ന പാലക്കാട്ടുകാരല്ലാത്ത ആളുകളെ അവിടുത്തെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടിരിക്കുന്നത്, അല്ലേ? ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്ന് മാത്രമല്ല, വിജയിച്ചു കയറിയതും 50 മുതൽ 65% വരെ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ ഒരു 700-800 ആളുകളുള്ള ഒരു ബൂത്താണെന്ന് കരുതുക. ഞാനൊരു ഫിഗർ പറയുന്നത് ജസ്റ്റ് ഇമാജിൻ. 800 ആളുകളുള്ള ഒരു ബൂത്ത്. ആ ബൂത്തിൽ നിന്ന് 50%-ലേറെ ആളുകൾ അജ്ഞാതരാണ്, കണ്ടെത്താൻ കഴിയുന്നില്ല. എന്യൂമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ ആളുകളില്ല. എന്നാൽ ഇവരുടെ ബന്ധുക്കളുണ്ടോ? ബന്ധുക്കളില്ല. ആ ഉള്ള മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാൻ നോക്കുമ്പോൾ അങ്ങനത്തെ ആളുകളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ 50-ൽ വരുന്ന ശതമാനം, 50%-ന് മുകളിൽ വരുന്നത്, 50%-നും ഓരോ ബൂത്തുകളിലും 50%-നും 65%-നും ഇടയിലാണ് ആളുകൾ ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയാത്തത്. അപ്പോ 800 വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 800 വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ അതിന്റെ 50% എന്ന് പറയുമ്പോൾ 400 വോട്ടർമാര്, അല്ലേ? അപ്പൊ അതിന്റെ 60% എന്ന് പറയുമ്പോ 480 വോട്ടർമാര്, അല്ലെ? ഇനി അതിന്റെ 65% എന്ന് പറയുമ്പോ 520 വോട്ടർമാര്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇത്രയും വോട്ടർമാർ എവിടെ നിന്ന് വന്നു? സ്വാഭാവികമായിട്ടും ഇത്രയും വോട്ടർമാർ അജ്ഞാതരാണ്. പക്ഷെ ഇവരൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരൊന്നും എന്യൂമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ ഇവരൊന്നും ഇല്ലതാനും. അങ്ങനെ വരുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു ബൂത്തില്, ആ ഒരു വാർഡില് BJPയുടെ സ്ഥാനാർത്ഥി പുഷ്പം പോലെ വിജയിച്ച് കയറും. അപ്പോ ഈ 2 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം BJP എങ്ങനെയാണ് പാലക്കാട് നഗരസഭ ഭരിച്ചത്? എങ്ങനെയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടു പിന്നാലെ എന്ന് പറഞ്ഞാൽ 2ാം സ്ഥാനത്ത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന RSSകാരൻ വന്നത്?
ഇനി ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോ പാലക്കാട്ട് ഇ ശ്രീധരനെ ഇറക്കിയ BJP, അന്ന് ഇ ശ്രീധരൻ ഷാഫിയും വലിയ കട്ടക്ക് കട്ട മത്സരം ഉണ്ടായി. അവസാന ഘട്ടത്തിലാണ് ഷാഫി വിജയിച്ചു കയറുന്നത്. അപ്പോ അവിടെ എങ്ങനെ അത്രത്തോളം വോട്ടുകൾ BJPക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഇതിനുള്ള എല്ലാത്തിനുമുള്ള ഉത്തരം ഈ പറയുന്ന വോട്ട് ചോരിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ വോട്ട് ചോരിയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഹരിയാനയെ പോണ്ട, വോട്ട് ചോരിയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ബീഹാർ പോണ്ട, വോട്ട് ചോരിയെ കുറിച്ച് പഠിക്കാൻ കർണാടകയിൽ പോണ്ട, വോട്ട് ചോരിയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ആരും മഹാരാഷ്ട്രയിൽ പോണ്ട. വോട്ട് ചോരിയെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ തൊട്ടടുത്ത് പാലക്കാട്ട് പോയാൽ മതി. ഇനി അവിടെയും പോകാൻ സൗകര്യമില്ലാത്തവർ തൃശ്ശൂരിൽ വന്നാൽ മതി. ഇനി അവിടെയും പോകാൻ സൗകര്യമില്ലാത്തവർ ഇങ്ങ് തിരുവനന്തപുരത്ത് വന്നാൽ മതി, തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ആ കണക്കുകൾ വന്നാൽ ഇതേ സ്ഥിതിയായിരിക്കും. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വെട്ടിപ്പോയിട്ടുള്ളത് SIR-ൽ വോട്ടുകൾ വെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ എന്യൂമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തു കൊടുക്കാൻ ആളുകളില്ലാത്ത, ബന്ധുക്കളില്ലാത്ത, കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള തിരുവനന്തപുരത്താ. ആ തിരുവനന്തപുരത്ത് ആരാണ് അധികാരത്തിലേക്ക് വരുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA അധികാരത്തിലേക്ക് വരുന്നു. ഇനി ഇതിന്റെ ഒരു ഏറ്റവും വിഭിന്നമായ ഒരു ഘട്ടം കൂടി നിങ്ങൾ നോക്കുക. ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJPയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചു കയറിയ തൃശൂർ ലോക്സഭാ മണ്ഡലം, ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തില് കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയത് BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചു കയറിയത് 75,000 വോട്ടുകൾക്കാണ്. ആ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പുതുതായി ചേർക്കപ്പെട്ട 2024 തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2024 തൃശൂരിൽ അധികമായി ചേർക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 1,25,000. അങ്ങനെ ചേർക്കപ്പെട്ട ആ തെരഞ്ഞെടുപ്പിൽ 75,000 വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുന്നു. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്ക്, തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപി, അതേ സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ വോട്ട് എവിടേക്ക് പോകുന്നു? തിരുവനന്തപുരത്തേക്ക് പോകുന്നു, അല്ലേ? അവിടെ സുരേഷ് ഗോപിയുടെ വോട്ട് മാത്രമല്ല പോയത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പുതുതായി ചേർക്കപ്പെട്ട പല വോട്ടുകളും അവരുടെ യഥാർത്ഥ വോട്ട് എവിടെയാണോ അങ്ങോട്ട് പോയി. അങ്ങനെ പോയപ്പോ തൃശൂരിലെ അവസ്ഥ എന്താ? തൃശൂർ ജില്ലയിൽ, തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്, അല്ലെ? അപ്പോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെളിവുകളൊക്കെ, ഈ രേഖകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖത്ത് എറിയാൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അതല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വരുമോ? വരില്ല, അല്ലെ? അപ്പൊ ഇത് BJP വിജയിച്ച് കയറിയ ഓരോ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഓരോ വാർഡുകൾ എടുത്ത് പരിശോധിച്ചാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വാർഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വാർഡില് 50 മുതൽ 65% വരെ ആളുകൾ അജ്ഞാതരാണ്, കണ്ടെത്താൻ കഴിയുന്നില്ല. ആ ആളുകൾ പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ഈ ജനാധിപത്യ പ്രക്രിയയെ ഏത് തരത്തിലാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ അട്ടിമറിക്കുന്നത് എന്നുള്ളത് നമുക്ക് പച്ച വെള്ളം പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാവുകയാണ്.